എറണാകുളം പറവൂരിൽ പാൽ സൊസൈറ്റി ജീവനക്കാരന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ ടോറസ് എത്തിയത് തെറ്റായ ദിശയിൽ നിന്ന്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 180 മീറ്ററോളം സ്കൂട്ടർ വലിച്ചുകൊണ്ടുപോയാണ് ടോറസ് ലോറി നിന്നത്. ചെറായി സ്വദേശി അജയകുമാറാണ് അപകടത്തിൽ മരിച്ചത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പറയൂ. അനുജ, പള്ളിപ്പുറത്തെ ക്ഷീരോത്പാദക സംഘത്തിലേക്ക് പുലർച്ചെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അജയകുമാറിനെ ഈ തെറ്റായ ദിശയിലെത്തിയ ടോറസ് ലോറി ഇടിച്ചു തെറിപ്പിക്കുന്നത്. അത് ചാത്തങ്ങാട് ജംഗ്ഷനിൽ, ചാത്തങ്ങാട് ബസാറിലായിരുന്നു ഇന്നലെ പുലർച്ചെ ആ അപകടം ഉണ്ടാകുന്നത്. അപകട ശേഷവും ഈ ലോറി നിർത്തിയില്ല. 180 മീറ്ററോളം മുന്നോട്ട് പോയ ശേഷമാണ് ആ ലോറി നിർത്തിയത്. തൊട്ടു പുറകെ എത്തിയ, രാവിലെ കടലിൽ ജോലിക്ക് പോകാൻ എത്തിയ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിയാണ് അജയകുമാറിനെ അവരുടെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. 26 വയസ്സ് മാത്രം പ്രായമുള്ള 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛൻ ആണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അമിത വേഗത്തിൽ എത്തുക എന്ന് മാത്രമല്ല, തെറ്റായ ദിശയിലേക്ക് വന്നൊരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തുകൊണ്ടാണ് ആ ടോറസ് ലോറി അപകടം ഉണ്ടാക്കിയതെന്നുള്ളത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ അജയകുമാർ തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചു എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്താനും ഈ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഒരു കുടുംബത്തിന്റെ ആശ്രയം ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ആ ടോറസ് ലോറി സഞ്ചരിച്ചതും ഒരു 26 വയസ്സുകാരന്റെ ജീവൻ ഇല്ലാതാക്കിയതും. അനുജ, ഈ ടോറസ് ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തോ? നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ മനഃപൂർവ്വമായ കൊലപാതകത്തിന് തന്നെ കേസെടുക്കേണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാകെ ഇല്ലാതാക്കിയ അപകടമാണ് ഇന്നലെ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.